ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കുടിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ ആരോ റൂട്ട് പൗഡറാണ്. ഇതിലേക്ക് നമ്മൾ ഒരു 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അതിൻ്റെ ആ ഒരു ഉണങ്ങിയ തരികളൊക്കെ കുറച്ചും കൂടെ സോഫ്റ്റ് ആവാൻ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് കലങ്ങി കിട്ടാനൊക്കെ നല്ലതാണ്. ഞാനിപ്പോൾ നേരെ വെള്ളം ഒഴിച്ചിട്ടാണ് കലക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയതിന് ശേഷം നമ്മൾ തീ ഓണാക്കിയിട്ടത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കൂവപ്പൊടി ശരിക്കും നല്ല ചൂട് സമയത്തൊക്കെ ശരീരം തണുപ്പിക്കാനും നമ്മൾ പല രീതിയിൽ ഇത് കുടിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഷേക്കൊക്കെ കുടിക്കുന്ന ഫീലാണ് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ടിത് വേവിച്ചെടുക്കുക. അതിൽ ആ ചെറിയ തരികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലപോലെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെറുതെ അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കണം. ചൂടോടുകൂടി നമുക്കിത് ചെയ്യാൻ കഴിയൂല കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിത് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലപോലെ വേവിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചച്ചൊവയൊക്കെ മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. തിളപ്പിച്ച് നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുക, അടിയിലൊന്നും പിടിക്കാണ്ട് തന്നെ. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അത് ചൂടാറിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പാല് കട്ടയാക്കിയിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാനിതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കട്ടയാക്കി എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇതുപോലെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്കയുടെ ഫ്ലേവർ കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 4 ഒക്കെ ചേർക്കാം. ഞാനിവിടെ 3 എണ്ണം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കുക. ഇതിന് ശേഷം നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം പിസ്തയാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് ആ പിസ്ത കടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് നട്ട്സ് വേണേലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.